കൂടുതൽ സമയവും ഇയർഫോണും ചെവിയിൽ തിരുകി പാട്ട് ആസ്വദിച്ച് നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ സൂക്ഷിക്കുക. സ്വന്തം ചെവിയെയും തലച്ചോറിനെയും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഹെഡ്ഫോൺസ്, ഇയർപ്ലഗ്സ്, പോഡ്സ് എന്തു പേരിലാണോ നിങ്ങൾ ആ ഉപകരണത്തെ വിളിക്കുന്നതെങ്കിലും അവ നിങ്ങൾക്ക് എട്ടിന്റെ പണി തരും. മണിക്കൂറോളം നിരന്തരം ഹെഡ്ഫോൺസ് ഉപയോഗിച്ച് ചെവിയുടെ കേൾവിശക്തി നഷ്ടപ്പെട്ട യുവതിയുടെ വിവരങ്ങൾ കുറച്ചുനാൾ മുമ്പാണ് പുറത്തു വന്നത്. സംഗീതം മനുഷ്യനെ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കും. പ്രത്യേകിച്ച് ചുറ്റുപാടുള്ള ശബ്ദ കോലാഹലങ്ങളിൽ നിന്നും രക്ഷപ്പെടാൻ നല്ല മാർഗമാണ്. ബ്രൗൺ നോയ്സ് ആണ് കേൾക്കാൻ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ കൂടുതൽ നന്നായിരിക്കും. പക്ഷേ നമ്മുടെ തലച്ചോറിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള സിഗ്നലായി ഈ സംഗീതം മാറിപ്പോയാൽ അത് അത്ര നല്ലതല്ല. ഏത് ജോലി ചെയ്യുമ്പോഴും ശ്രദ്ധ ലഭിക്കാൻ പാട്ട് കേൾക്കേണ്ട സ്ഥിതി വന്നാൽ എന്ത് ചെയ്യും? മനസ്സിന് പിന്നെ എപ്പോഴും ഒരു സിഗ്നൽ കൊടുക്കേണ്ടി വരും. ബ്രെയിനിനെ പ്രവർത്തിപ്പിക്കാൻ നിശബ്ദത എന്നത് വിചിത്രമായി തോന്നും. ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ പാടുപെടുന്ന അവസ്ഥയിലാകുമെന്നാണ് ന്യൂറോളജിസ്റ്റുകൾ പറയുന്നത്. തലച്ചോറിന് സ്വയം ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവസരം നൽകാൻ മറന്നു പോകരുതെന്ന് സാരം. ഇനി എയർപോഡുകളിലേക്ക് പോയാൽ, ചെവിയിൽ കൃത്യമായി ഫിറ്റാകാത്ത എയർപോഡ് ആണെങ്കിൽ അവിടെ മുതൽ തുടങ്ങും പ്രശ്നം. ഇത് ചെവിയിൽ ചെറിയ ചെറിയ മുറിവുകൾക്ക് വളരെ കാരണമാകും. ഇയർബഡുകൾ ഉപയോഗിക്കുമ്പോൾ ചെവിക്കായത്തെ അകത്തേക്ക് തള്ളിവിടുക മാത്രമല്ല, ഇത് ഇയർ കനാലിന്റെ പുറത്തെ പാളിയിലുള്ള ചെവിക്കായത്തെ തൊണ്ടി വെളിയിലെത്തിക്കുകയും ചെയ്യും. ഇത് ചെവിയിൽ ഡ്രൈനസ് ഉണ്ടാക്കും മാത്രമല്ല, അണുബാധയ്ക്കും കേൾവി ശക്തി നഷ്ടമാകാനും സാധ്യത ഉണ്ടാക്കുകയും ചെയ്യും. അമിതമായ എയർപോഡുകൾ ഉപയോഗിച്ച് പാട്ടുൾപ്പെടെ അമിത ശബ്ദങ്ങൾ കേട്ടാൽ ചെവി വലിയ ശബ്ദങ്ങളോട് സെൻസിറ്റീവ് ആവുകയും ചെയ്യും. സർവ്വസമയവും ഇയർബഡിലൂടെയുള്ള ശബ്ദം കേട്ട് ചെവിക്ക് സാധാരണ ശബ്ദം പ്രോസസ് ചെയ്യാൻ കഴിയാതെ വരും. അതോടെ സാധാരണ ശബ്ദങ്ങളെ സഹിക്കാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറിപ്പോകാനും ഇടയാകും. അതിനാൽ ശബ്ദം കുറച്ച് ഇടവേളകൾ എടുത്ത് വൃത്തിയുള്ള ഇയർബഡുകൾ മാത്രം ഉപയോഗിക്കുക. നിശബ്ദതയിലും ജീവിക്കാൻ ശീലിക്കുക.